അല്പസമയ ചിന്തയ്ക്കായിട്ടൊരു വേദവചനം വായിക്കുന്നു. 45-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യത്തിൻ്റെ 3-ാം ഭാഗം. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. ഏതുകൊണ്ട്? 1-ാം വാക്യം മുതൽ, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കഴിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോലാകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരത്തിന്മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിക്കും. ഇത് കോരഹ് പുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ്. ഇതിൻ്റെ ഹെഡിങ്ങിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. കോരഹിൻ്റെ പുത്രന്മാർ എന്ന് പറയുന്നത് കോരഹ് എന്ന ലേവ്യാപുത്രൻ്റെ മക്കളെയാണ് കോരഹ പുത്രന്മാർ എന്ന് പറയുന്നത്. കോരഹും കൂട്ടരും ദൈവത്തിൻ്റെ അഭിഷേകത്തോട് മത്സരിച്ചു. അതായത് അഭിഷക്തനോട് മത്സരിച്ചു, ദൈവകോപത്തിനിരയായി തീർന്നു എന്ന് നമുക്ക് ന്യായപ്രമാണ പുസ്തകം വായിക്കുമ്പോൾ, തിരുവെഴുത്ത് വായിക്കുമ്പോൾ കാണുന്നു. എങ്കിലും വീട്ടുകാരുടെ അല്ലെങ്കിൽ അപ്പൻ്റെ ദൈവ വിദ്വേഷത്തിന്, ദൈവഹിതത്തിന് വിപരീതമായ പ്രവർത്തനത്തിന് വിരോധമായിട്ട് അവർ ദൈവത്തിൽ ആശ്രയിച്ചു. അവർ ന്യായപ്രമാണ വ്യവസ്ഥ പ്രകാരം പാപമോചനത്തിൻ്റെ ദൈവം കൊടുത്തിരിക്കുന്ന യാഗം അർപ്പിക്കുവാൻ, പാപമോചനത്തിനായി യാഗങ്ങൾ അർപ്പിക്കുവാൻ നിയമം കൊടുത്തിരിക്കുക. ആ യാഗങ്ങൾ അർപ്പിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്തെയാണ് യാഗപീഠം എന്ന് വിളിക്കുന്നത്. ഈ യാഗപീഠത്തിന് മോശയ്ക്ക് ദൈവം കൊടുത്ത വെളിപ്പാടിൻ പ്രകാരം, ആലോചന പ്രകാരവും 4 കൊമ്പുകളുണ്ട്, 4 കോണിന്മേൽ. ഈ കൊമ്പ് യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കാണിക്കുന്നു. കോരഹും കൂട്ടരും ദൈവകോപത്തിന് ഇരയാകുന്ന സമയത്ത് കോരഹിൻ്റെ പുത്രന്മാർ ഓടിച്ചെന്ന് യാഗപീഠത്തിൻ്റെ കൊമ്പന്മേൽ പിടിച്ചു. എന്നിട്ട് ദൈവത്തിൻ്റെ ദയയ്ക്കായിട്ട് യാചിച്ചു. അപ്പോൾ കൃപ അവരുടെ മേൽ ചൊരിഞ്ഞു. ഈ കോരഹിൻ്റെ പുത്രന്മാരെ ദൈവം തീക്കിരയാക്കിയില്ല, അല്ലെങ്കിൽ ഭൂമി പിളർന്നവരെ ജീവനോട് മെഴുങ്ങുവാൻ അനുവദിച്ചില്ല. പകരം അവൻ്റെ അപ്പനും വീട്ടുകാരും കോരഹിനോട് കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ള ലേവി പുത്രന്മാരും ദൈവത്തോട് മത്സരിച്ചവരെല്ലാം തീപ്പൊയ്യിലേക്ക് യാത്രയായി, അല്ലെങ്കിൽ ജീവനോട് പാതാളത്തിലേക്ക് ഇറങ്ങുവാനിടയായിത്തീർന്നു. പ്രിയരെ, അങ്ങനെ സ്വന്തം കുടുംബം ദൈവഹിതത്തിന് വിപരീതമായി നിലപാടെടുത്തത് കൊണ്ട് നശിച്ചു പോകുന്നതിന് സാക്ഷികളായി തീർന്ന ചില വ്യക്തികളെയാണ് കോരഹിൻ്റെ പുത്രന്മാരെന്ന് തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പ്രിയ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെഴുതിയിരിക്കുന്ന സങ്കീർത്തനത്തിൻ്റെ എല്ലാ ഹെഡിങ്ങിൽ കോരഹിൻ്റെ പുത്രന്മാർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, എപ്പോഴും അവരെ പിതൃഭവനം നശിച്ചു പോകുമ്പോഴും പിതൃഭവനത്തെ വിട്ട് ദൈവഹിതപ്രകാരം തീരുമാനമെടുത്തത് കൊണ്ട് കൃപയാൽ അത്രയേ ഞങ്ങൾ ഇന്ന് ജീവിച്ചിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എന്നുള്ള ബോധം ഈ ശരീരവാസം തീരുന്നത് വരെയും ഈ പ്രിയപ്പെട്ടവരെ അനുഗമിച്ചിരുന്നു എന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവരിന്നും യേശുവിൻ്റെ രാജ്യത്തിൽ സന്തുഷ്ടമുള്ളവരായി ജീവിക്കുന്നു. തിരിച്ച് കോരഹും കൂട്ടരും
യാതന സ്ഥലത്തിൽ വലിയ യാതന അനുഭവിച്ചുകൊണ്ട് കഷ്ടപ്പെടുമ്പോൾ പോരകപുത്രന്മാർ ദൈവസന്നിധിയിൽ സന്തോഷമുള്ളവരായി നിലകൊള്ളുന്നു. പ്രിയരെ, ഇതിലൊരു ദൃഷ്ടാന്തം നമുക്കുള്ളത്, നമ്മൾ ചാർച്ചക്കാരെയോ ബന്ധുക്കളെയോ സാഹചര്യങ്ങളെയോ സന്ദർഭങ്ങളെയോ ഒന്നും നോക്കാതെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, ദൈവ പാദപീഠത്തിലേക്ക് ദൈവവചനപ്രകാരം തീരുമാനങ്ങളെടുത്ത് ദൈവത്തെ അനുസരിക്കുവാൻ നമ്മൾ തയ്യാറായാൽ ഒരുപക്ഷെ നമ്മൾ ഒറ്റപ്പെട്ടവരായി തീരും. ഒരുപക്ഷെ നമുക്ക് ഉണ്ടായിരുന്ന സമൂഹം നഷ്ടപ്പെട്ടെന്ന് വന്നേക്കാം, വീട്ടുകാർ നഷ്ടപ്പെട്ടു പോയെന്ന് വന്നേക്കാം, ചാർച്ചക്കാർ നഷ്ടപ്പെട്ടു പോയെന്ന് വന്നേക്കാം, യേശുക്രിസ്തുവിനോട് തീരുമാനമെടുത്തത് കൊണ്ട് സഹോദരങ്ങളിൽ നിന്ന് വിളിക്കപ്പെടുന്നവർ ത്യജിച്ചെന്ന് വന്നേക്കാം, ആരും സഹായമില്ലാതെ വന്നേക്കാം, എല്ലാ രീതിയിലും നിന്നയും അപമാനവും ഏൽക്കേണ്ടി വന്നേക്കാം, ഒറ്റപ്പെടലിൽ സംഭവിച്ചെന്ന് വന്നേക്കാം. അവിടെയെല്ലാം ദൈവത്തെയും ദൈവവചനത്തെയും ഉറച്ച് ദൈവത്തിൻ്റെ മുമ്പാകെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കർത്താവിൻ്റെ ഇന്നത്തെ അവസ്ഥയാണെങ്കിൽ കർത്താവിൻ്റെ അപ്പോസ്തോലിക ഉപദേശപ്രകാരം കർത്താവിനെ അനുസരിച്ചുകൊണ്ട് വേർപെട്ട് വിശുദ്ധതയും നയിച്ചാൽ കർത്താവാകുന്ന ദൈവം ഈ ഭൂമിയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം 100 മടങ്ങ് കഷ്ടങ്ങളോടൊപ്പം സ്വർഗത്തിൽ പ്രതിഫലവും തരുവാൻ മതിയായവനാ. യേശുപ്പൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ മർക്കോസിന്റെ സുവിശേഷത്തിലൂടെ ഇങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ നാമനിമിത്തം അപ്പനെയോ അമ്മയോ നിലത്തെയോ ഭാര്യയോ മക്കളെയോ, പിന്നെ ചാർച്ചക്കാർ, ബന്ധുക്കൾ, സ്വന്തക്കാർ, സ്വഭവനക്കാർ, സ്വസഹോദരങ്ങൾ, ഇവരെല്ലാം ഉണ്ട്. ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡാണ്. ഇതെല്ലാം വിട്ടുപിരിഞ്ഞ് ഒറ്റയ്ക്ക് നിൽക്കേണ്ടി നിന്നാലും എന്തെല്ലാം യേശു ക്രിസ്തുവിന് വേണ്ടി ത്യജിക്കപ്പെടേണ്ടി വന്നാലും എന്തൊക്കെ ത്യജിച്ചാലും ഇതെല്ലാം 100 മടങ്ങ് അപ്പനെ തരും എന്നല്ലതിനർത്ഥം. അപ്പൻ്റെ സ്നേഹത്തേക്കാൾ സ്നേഹിക്കുന്ന 100 അപ്പന്മാരെ ഒരുക്കുവാൻ, അമ്മയുടെ സ്നേഹത്തേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന 100 മടങ്ങ് അമ്മമാരെ ഒരുക്കുവാൻ, സഹോദരനെ ഒരുക്കുവാൻ, സഹോദരി ഒരുക്കുവാൻ, ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി നമ്മൾ നഷ്ടപ്പെടുത്തുന്നതെല്ലാം മടക്കി തന്നു സ്വർഗത്തിൽ പ്രതിഫലവും തരുവാൻ, നിത്യജീവനും തരുവാൻ മതിയായ നസറനായ യേശു ക്രിസ്തുവിനെ അത്രേ നമ്മൾ സേവിക്കുന്നതെങ്കിൽ നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ദൈവവചനപ്രകാരം നിലകൊണ്ടാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ നിശ്ചയമായും അനുഗ്രഹിക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ദൈവത്തെ മനസ്സിലാക്കുമ്പോൾ, പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഭൂമിയിൽ വെച്ച് ജീവനുള്ള ദൈവത്തെ മാനിച്ചാൽ ദൈവം നമ്മളെ മാനിക്കും. ഈ ഭൂമിയിൽ വെച്ച് ദൈവത്തിനു വേണ്ടി ഒറ്റപ്പെട്ടാൽ നിശ്ചയമായും നമ്മൾ ഒറ്റയ്ക്കല്ല, ദൈവം നമ്മോട് കൂടെ നമ്മളെ സഹായിക്കും. സ്തോത്രം. ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ നിന്ദിക്കപ്പെട്ടാൽ നിശ്ചയമായും സ്വർഗത്തിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മുടെ നിന്നെ ഉരുട്ടിമാറ്റി നമ്മുടെ വിലാപങ്ങളെ അഴിച്ചുമാക്കി നമ്മുടെ ജീവിതം ആനന്ദവും നൃത്തവുമാക്കി തീരുവാൻ, ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷമാക്കി തീർക്കുവാൻ സർവശക്തൻ മതിയായവനാണ്. കർത്താവ് എനിക്ക് മുമ്പേ ക്രിസ്തുയേശുവിൽ യാത്ര ചെയ്ത വിശുദ്ധന്മാരോടെല്ലാം ദൈവം ഇങ്ങനെ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് മുഖവശമില്ല. വാസ്തവമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏതു വ്യക്തിക്കും ദൈവം വിശ്വസ്തനാകിയാൽ, പ്രിയരെ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഒരുപക്ഷെ നീ യേശു ക്രിസ്തുവിന്റെ നാമനിമിത്തം ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുന്ന വ്യക്തിയാകാം. നീ ഭയപ്പെടാതെ, ഭാരപ്പെടാതെ, അവൻ പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ, സ്തോത്രം. ദൈവദാസനായ പൗലോസ് പറയുന്നത്, ക്രിസ്തുവിൻ്റെ പരമവിളിയുടെ ആ ശ്രേഷ്ഠത കണ്ടപ്പോൾ ഞാൻ പിമ്പിലുള്ളതിനെ മറന്നു മുമ്പിലേക്ക് ആഞ്ഞുകൊണ്ട്, ആമേൻ, കർത്താവിൻ്റെ ശ്രേഷ്ഠ വിളിയുടെ തെരഞ്ഞെടുപ്പിൻ്റെ ആ ശ്രേഷ്ഠത മഹിമ കണ്ട ആ വ്യക്തി എന്ന പോലെ ഞാൻ നല്ല സാക്ഷിയാകുവാൻ ഓടുന്നു. ആമേൻ. വിശ്വാസം പൂർത്തീകരിക്കുന്നു. ഇനി നീതിയുടെ കിരീടം എനിക്കായി, എനിക്ക് മാത്രമല്ല, തൻ്റെ പ്രത്യാശയിൽ വിശ്വസിച്ച് ഭംഗമില്ലാതെ ഓടുന്ന എല്ലാ വിശുദ്ധന്മാർക്കും ദൈവം ഒരുക്കിയിരിക്കുന്നു എന്നുള്ള പ്രത്യാശയേറിയ അനുഭവം പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവമായ പിതാവ്, സ്തോത്രം, പൗലോസിനെ സഹായിച്ചതുപോലെ ദൈവമക്കളെ, നിങ്ങളും വാസ്തവമായി ദൈവത്തെ സേവിക്കുന്നെങ്കിൽ, നിഷ്കളങ്ക ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നെങ്കിൽ, അവൻ്റെ പ്രമാണം വിട്ട് അവനു വേണ്ടി പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ പ്രമാണത്തിനു വേണ്ടി എരിവ് കാണിക്കുന്നെങ്കിൽ, സഹിഷ്ണുതയ്ക്ക് വേണ്ടി എരിവ് കാണിക്കുന്നെങ്കിൽ, അവൻ എളിമത്തത്തിന് വേണ്ടി എരിവ് കാണിക്കുന്നെങ്കിൽ,
അവൻ്റെ പരിജ്ഞാനത്തോടെ അവനെ സേവിക്കുവാൻ നമ്മൾ സന്നദ്ധനാകുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവമായ കർത്താവ് നമ്മെ ആദരിക്കുകയും നമ്മെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഹല്ലേലൂയ നമുക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം മടക്കിത്തന്ന് നമ്മളെ ഉയർത്തുവാൻ തക്കവണ്ണം വിശ്വസ്തന കർത്താവ് യേശുവിന് കഴിയാത്തതായ ഒരു കാര്യവുമില്ല പ്രിയരെ. ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യവും ശേഷിക്കുന്നില്ല. കർത്താവിനെ നിഷ്കളങ്കമായി സേവിക്കുക, നിർമ്മല ഹൃദയത്തിൽ അവൻ്റെ അപ്പോസ്തല ഉപദേശപ്രകാരം അവനെ പിൻപറ്റ്. കർത്താവായ യേശു ജീവിക്കുന്ന ദൈവമാണ്. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങൾക്കറിയാമോ എങ്ങനെ ഒരു ദൈവവേദിൽ ജീവിക്കുന്നതെന്ന്? ദൈവവചനം പറയുന്നു, ലോകം അതിൻ്റെ മോഹങ്ങൾ ഒഴിഞ്ഞുപോകും, ദൈവ ഇഷ്ടം ചെയ്യുന്നവനെ നയിക്കും ജീവിക്കും എന്ന് പറഞ്ഞ അർത്ഥം ഇതാണ്. ലോകം അതിൻ്റെ മോഹം എന്ന് പറഞ്ഞ സാത്താനീയ വചനം, അത് ഒഴിഞ്ഞു പോകും, ഇല്ലാതാകും. എല്ലാം ദൈവവചനം പറയുന്നു അത് തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. ഈ ലോകവും ലോകത്തിലുള്ളതിനെയും സാത്താനീയ വചനത്താൽ ഉത്ഭവിച്ചിരിക്കുന്നതാകയാൽ പ്രിയരെ സ്തോത്രം. ഇന്ന് നമ്മൾ കാണുന്നതെല്ലാം ആദമിൻ്റെ ആദത്തെ ദൈവം ശപിച്ചു. ശാപം ആദമിൻ്റെ അല്ല, അത് സാത്താൻ്റെയാണ്. ആമേ സ്തോത്രം. അവൻ്റെ പ്രവൃത്തി ദൈവിക പ്രവൃത്തിയെ സാത്താനീയ പ്രവൃത്തിയായി തീർന്നപ്പോൾ അവനാൽ ഭൂമി ശപിക്കപ്പെട്ടു. ഇന്ന് കാണുന്ന എല്ലാം ശാപത്തിൻ്റെ കീഴിലിരിക്കുന്നതാണ്. ഈ ശാപം അഴിയുന്നത് എപ്പോഴാണ്? ദൈവപുത്രന്മാരുടെ മഹത്വ പ്രത്യക്ഷത, അതായത് ക്രിസ്തുവിൽ നിദ്ര കൊണ്ട് ആമേൻ പോകുന്നത് വിശുദ്ധന്മാർക്ക് കർത്താവ് താനും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും മഹാകാകളത്തോടും കൂടെ മധ്യാകാശത്ത് വരും. 1 തെസ്സലോനിക്കർ 4:16 പ്രകാരം. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരും ജീവനോടിരിക്കുന്നവരും ഉയർത്തെഴുന്നേറ്റും രൂപാന്തരം പ്രാപിച്ചും യേശു ക്രിസ്തുവിനെ എതിരേൽക്കും. ഈ സമയത്ത് ഈ ഉയർത്തെഴുന്നേൽക്കുമ്പോഴും രൂപാന്തരം പ്രാപിക്കുമ്പോഴും ഉണ്ടാകുന്ന തേജസ്, ഈ തേജസ്സിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് വിശുദ്ധന്മാരുടെ കൂട്ടം. ഈ തേജസ് പ്രാപിച്ചവരെല്ലാം മധ്യാകാശത്ത് ഒരുമിച്ച് കൂടും. ഈ ഒരുമിച്ച് കൂടുമ്പോൾ എല്ലാവരിൽ നിന്നും ഉത്ഭവിക്കുന്ന ആ വിലയേറിയ തേജസ് സ്തോത്രം ഓടുകൂടെ ശിരസ്സും കൂടെ ഏകീഭവിച്ച് ഒലിവുമലയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ ഭരണാവസാനത്തിൽ കർത്താവ് ഇറങ്ങി വരുന്ന ആ വെളിപ്പാടിൽ ഉണ്ടാകുന്ന തേജസ്സിൻ്റെ പ്രഭനിമിത്തം ഭൂമിയുടെ ശാപം നീങ്ങിപ്പോയിരിക്കുക. അപ്പോൾ ഈ ദൈവിക തേജസ്സിൻ്റെ ശ്രേഷ്ഠത പ്രാപിക്കണമെങ്കിൽ ഇന്ന് നമ്മുടെ ബുദ്ധിയുടെ പ്രമാണത്തിന് വിരോധമായിട്ട് നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കണം. ബുദ്ധി എന്ന് പറഞ്ഞാൽ ദേഹിക്ക് വിരോധമായിട്ട്, ദേഹിയുടെ പ്രമാണത്തിന് വിരോധമായിട്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയണം. എന്നാൽ മാത്രമേ ആ തേജസ് നമ്മുടെ മേൽ തേജസ്സായി രൂപാന്തരം പ്രാപിക്കുകയുള്ളൂ. യേശുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ച് യേശു ക്രിസ്തുവിന് സ്നാനപ്പെട്ട വ്യക്തിയാണെങ്കിൽ തന്നെയും സ്തോത്രം, ആ വ്യക്തി നിരന്തരമായി ബൈബിൾ വായനയിലും പ്രാർത്ഥനയിലും ഉറ്റിരുന്ന് ദൈവത്തിൻ്റെ വചനപ്രകാരം തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി എല്ലാറ്റിലും അവൻ ക്രിസ്തു എന്ന തലയോളം തൻ്റെ ജീവിതം കൊണ്ട് തെളിയിക്കണം. അങ്ങനെ തെളിയിക്കുമ്പോൾ ബുദ്ധി കൊണ്ട് ദൈവപ്രമാണം ആചരിച്ച് ആത്മാവ് കൊണ്ട് പ്രാർത്ഥിച്ച് പാടി വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു ദൈവ പൈതലിൽ ഈ ശരീരത്തിന് വിരോധമായിട്ട് ജീവിക്കാൻ ഒക്കൂ, ഈ ശരീരത്തിന് അനുകൂലമായിട്ട് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ശരീരത്തിൻ്റെ ഇച്ഛയ്ക്കും ശരീരത്തിൻ്റെ സ്വഭാവത്തിനും ശരീരത്തിൻ്റെ സകലവിധമായ പ്രേരണയ്ക്കും വിരോധമായി ജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇച്ഛ പൂർത്തീകരിക്കുന്നവർക്ക് വെളിപ്പെടുന്ന തേജസ്സിനെയാണ്. ആ തേജസ്സിനെ കുറിച്ച് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത് നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന തേജസ് വിചാരിച്ച. എന്താണ് ആ തേജസ്? യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ചത് കൊണ്ടോ യേശു ക്രിസ്തുവിന് അത് സ്നാനപ്പെട്ടത് കൊണ്ടോ അല്ല ഈ തേജസ്. അതുകൊണ്ട് ഇതില്ലാതെ ഈ തേജസ് ലഭിക്കും എന്ന് ഞാൻ പറഞ്ഞില്ല. ഈ അനുഭവം പ്രാപിച്ചുകൊണ്ട് ജഡത്തിന് വിരോധമായിട്ട്, സാത്താന് വിരോധമായിട്ട്, ലോകത്തിന് വിരോധമായിട്ട് ജീവിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല. കോരഹപുത്രന്മാർക്ക് ഇത് സ്തോത്രം വിശ്വാസത്താൽ സംഭവിച്ചു. അതുകൊണ്ട് അവർ അവരുടെ ചാർച്ചക്കാരെ വിട്ടു, ബന്ധുക്കളെ വിട്ടു, പിതൃഭവനത്തെ വിട്ടു. സ്തോത്രം അവർക്ക് ഈ ലോകത്തിൽ ലാഭമായതെല്ലാം അവർ ചമർന്നു വെണ്ണി. അവർ തികഞ്ഞ സ്തോത്രം ഒരു ക്രിസ്തുവിൻ്റെ സാക്ഷിയായി. അങ്ങനെ അവർ യേശുവിനെ ജീവനുള്ള ദൈവത്തെ സേവിക്കുവാൻ തയ്യാറായപ്പോൾ
ദൈവം അവരെ മാനിച്ചു. അവരിലൂടെ 45 സങ്കീർത്തനം എന്ന് വെച്ചാൽ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള സങ്കീർത്തനം. സ്തോത്രം. ക്രിസ്തുയേശുവിനെ വിളിച്ചിരിക്കുന്ന പേരെന്താണ്? ശുഭവചനം. ദൈവത്തിൻ്റെ ക്രിസ്തുയേശുവിൻ്റെ പേരാണ് വചനം. വചനം ആരാണ്? ദൈവം. പ്രിയരെ, ഈ ദൈവവചനത്തിന് സ്തോത്രം ഒരു ശരീരം ഉണ്ടായിരുന്നില്ല എന്നുവരെ. ഈ ഭൂമിയിൽ വചനം ജഡമായി തീരുന്നത് വരെയും ദൈവത്തിൻ്റെ ശബ്ദത്തിന് ഒരു ശരീരം ഉണ്ടായിരുന്നില്ല, ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് ദൈവം വ്യക്തിയല്ലായിരുന്നു എന്നല്ല പറഞ്ഞത്, വചനത്തിന് വ്യക്തിത്വം ഉണ്ടായിരുന്നില്ല. വചനം വചനമായി തന്നെ നിലകൊള്ളുകയായിരുന്നു. സ്തോത്രം. എന്നാൽ കർത്താവായ നസറനായ യേശുവിൻ്റെ ശരീര ജനനത്തോടു കൂടി വചനത്തിന് ശരീരം പ്രാപിക്കാൻ തുടങ്ങി. അങ്ങനെ ആരംഭമായി നമ്മുടെ തലയാകുന്ന കർത്താവ് ഈ ഭൂമിയിൽ വചനം ജഡമായി തീർന്നു. അസ്ഥിയും മാംസവും രക്തവും ഉള്ളതായി നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി നമ്മുടെ സ്ഥാനാധിപതിയായി തീർന്നു. സ്തോത്രം. അവൻ്റെ ക്രൂശുമരണം അടക്ക ഉയർപ്പിന് ശേഷം പെന്തക്കോസ്ത് നാളിന് കൂടെ കഴിഞ്ഞിട്ട് ഈ ഭൂമിയിൽ അവൻ ആയ ഈ വചനമായ കർത്താവായ ദൈവം, ശരീരമായ ദൈവം, അതായത് ദൈവത്തിൻ്റെ വചനത്തിന് യേശുവിൻ്റെ ശരീരത്തിന് മുമ്പ് ഒരു ശരീരം ഉണ്ടായിരുന്നില്ല. യേശു ഈ ഭൂമിയിൽ ശരീരത്തിൽ ജനിക്കുന്ന മുമ്പ് ശരീരമുണ്ടായിരുന്നില്ല. യേശു ശരീരത്തിൽ ജനിച്ചതിന് ശേഷം ആ വചനമെന്ന ശരീരം നമ്മുടെ എല്ലാ പാവങ്ങളെ വഹിച്ചുകൊണ്ട് കാലുവറി കുരിശിൽ നമുക്കായി തകർക്കപ്പെട്ടപ്പോൾ, ആ തകർച്ചയിൽ നിന്ന് പുറപ്പെട്ടു വന്നാൽ, അതായത് പിച്ച് ചീന്തി പീസായി തീർന്നപ്പോൾ അതിലെ ഓരോ പീസുകളായി ദൈവവചനം ഈ ഭൂമിയിൽ ജനിക്കാൻ തുടങ്ങി. സ്തോത്രം. അപ്പോൾ യേശു ശരീരത്തിൽ ക്രൂശിക്കപ്പെടുന്നതിന് അവസ്ഥയിൽ അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നുവെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിക്കാൻ പറ്റില്ലായിരുന്നു. നമുക്ക് വീണ്ടും ജനനം ലഭിക്കുകയില്ലായിരുന്നു. നമുക്കൊരു വീണ്ടും ജനനം ഉണ്ടായത് യേശു ക്രൂശിൽ തകർക്കപ്പെട്ടത് കൊണ്ടാണ്. യേശു തകർക്കപ്പെടാതിരുന്നുവെങ്കിൽ നമുക്കൊരു വീണ്ടും ജനനം ഉണ്ടാവത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം യേശു കാൽവറി ക്രൂശിൽ ആമേൻ സ്തോത്രം ദൈവം മനുഷ്യവർഗത്തിന് കൊടുത്ത അപ്പമാണ് യേശുവിൻ്റെ ശരീരം. ഈ ശരീരം തകർക്കപ്പെട്ടു, നുറുക്കപ്പെട്ടു, പീസുകളായി അത് അവൻ തകർക്കപ്പെട്ടു. അപ്പോൾ തകർക്കപ്പെട്ടപ്പോഴാണ്, അത് പീസായി തീർന്നപ്പോഴാണ് അതിലെ ഓരോ പീസുകളാകുന്ന നമുക്ക് ഈ ഭൂമിയിൽ ദൈവം ഒരു ശരീരം, ജഡത്തിൽ ഒരു ശരീരം നിയമിച്ചു, ആത്മാവിൽ ഒരു ശരീരം നിയമിച്ചു. ജഡത്തിൻ്റെ ശരീരത്തിന് ആമേൻ സ്തോത്രം പാപം സംബന്ധിച്ച്, രക്തം സംബന്ധിച്ചാകുമ്പോൾ ആത്മാവിൻ്റെ ശരീരത്തിന് രക്തമില്ല. അസ്ഥിയും മാംസത്തോടു കൂടി വചനത്താൽ വേറൊരു ശരീരം രൂപാന്തരപ്പെടും. ഒന്ന് അസ്ഥിയും മാംസവും രക്തവും സംബന്ധിച്ച്, പാപം സംബന്ധിച്ച് സാത്താനികമായ ശരീരം ആണ് നമ്മുടെ അമ്മ നമ്മളെ ഗർഭം ധരിച്ച് നമുക്ക് പ്രസവിച്ച് ലഭിച്ചിരിക്കുന്ന ശരീരം. സ്തോത്രം. ആ ശരീരത്തിൽ, അങ്ങനെ ഒരു ശരീരം നമുക്ക് പ്രാരംഭത്തിൽ ദൈവം നൽകിയിട്ട്, ആ ശരീരത്തിനകത്ത് സ്തോത്രം ഈ ശരീരവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ, ആദ്യത്തെ ശരീരവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ വേറൊരു ശരീരം, ആ ശരീരം നമ്മളിൽ ജനിക്കേണ്ടതിന് ദൈവം ഉപയോഗിച്ച മീഡിയേറ്ററാണ് പരിശുദ്ധാത്മാവിനെയും വചനത്തെയും. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യത്തിൽ ആത്മാവിനെ ദൈവം ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എങ്ങനെയാണ്? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് ഓരോരുത്തരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റാൽ, അപ്പോൾ സ്നാനമേൽക്കുക, എന്നാൽ പരിശുദ്ധാത്മാവെന്ന് ദാനം ലഭിക്കുക. ആരെ പരിശുദ്ധാത്മാവ്? യേശു ക്രിസ്തു. അപ്പം യേശു ക്രിസ്തുവിൻ്റെ പേരാണ് പരിശുദ്ധാത്മ. പരിശുദ്ധാത്മാവിൻ്റെ പേരാണ് യേശു ക്രിസ്തു. അപ്പം അതേ പരിശുദ്ധാത്മാവിൻ്റെ പേരാണ് യേശു ക്രിസ്തു. അപ്പം യേശു ക്രിസ്തുവിന് തരുമെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, ആത്മാവെന്ന ദാനം ലഭിക്കുന്നു. എന്തിനാണ് ഈ ആത്മാവിന് തരുന്നത്? നമ്മുടെ ഹൃദയത്തിൽ ദൈവമെന്ന ആത്മാവിന് വീണ്ടും ജനിക്കുവാൻ. അപ്പം നമ്മളിലേക്ക് വീണ്ടും ജനനത്തിന് വേണ്ടി അയക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനെയാണ്. അപ്പം ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യേണ്ടത്? വീണ്ടും ജനിക്കേണ്ടത്. അപ്പം നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും ജനനം നടക്കണമെങ്കിൽ നമ്മുടെ ദേഹവും ദേഹിയും വിശുദ്ധീകരിക്കപ്പെടണം. അതായത് ലൂക്കോസിന് സുവിശേഷം
24:47 അനുസരിച്ച് മാനസാന്തരവും പാവമോചനവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നുള്ള അത് യെരുശലേമിൽ തുടങ്ങുകയും വേണം. യെരുശലേമിൽ അവൻ്റെ നാമത്തിലാണ്, പക്ഷെ അത് എവിടെ തുടങ്ങണം? യെരുശലേമിൽ. അതുകൊണ്ട് ആ പെന്തക്കോസ്ത് നാളിൽ യെരുശലേമിൽ തന്നെ എന്ത് ചെയ്തത്? ദൈവപ്രവൃത്തി ആരംഭിച്ചത്. എന്തുകൊണ്ടാണ് യെരുശലേമിൽ തന്നെ ദൈവപ്രവൃത്തി ആരംഭിക്കാനുള്ള കാരണം? ദൈവത്തിൻ്റെ ആലോചന എങ്ങനെയാണ് സ്തോത്രം, അത് ദൈവത്തിൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻനിയമിക്കപ്പെട്ടിരിക്കുന്നതാണ്. അപ്പം മുൻനിയമിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ തിരുവെഴുത്തിനെ മാറ്റുവാൻ ആർക്കും കഴിയില്ല. അപ്പം ആ തിരുവെഴുത്തിൻ പ്രകാരം എങ്ങനെയാണ്? യെരുശലേമിൽ തുടങ്ങണം. അതുകൊണ്ടാണ് പെന്തക്കോസ്ത് നാളിൽ യെരുശലേമിൽ തന്നെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സഭയുടെ ആരംഭം ഉണ്ടാകുന്നത്. അപ്പം അവിടെ സംഭവിക്കുന്ന എന്താണ്? ആദ്യം സംഭവിക്കേണ്ടത് മാനസാന്തരമാണ്. അതുകൊണ്ട് പത്രോസ് അവരോട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ. അന്ന് നടക്കേണ്ട എന്താണ്? ദൈവാലോചന പ്രകാരം മാനസാന്തരമാണ്. മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി ഏതാണ് മാനസാന്തരം? ഞാൻ പാവിയാണെന്ന് ഏറ്റു പറഞ്ഞു യേശുവിൻ്റെ ശരീരത്തിൽ തീരുമാനമെടുത്ത് ഹല്ലേലൂയ യേശുവിനെ രക്ഷിതാവും കർത്താവ് ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവത്തോട് ഉടമ്പടി ചെയ്യണം. കഷ്ടതയിലോ പട്ടിണിയിലോ രോഗത്തിലോ ദുഃഖത്തിലോ വേദനയിലോ പൈതാഹത്തിലോ സന്തോഷത്തിലോ സല്ലാപത്തിലോ സമൃദ്ധിയിലോ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിൽ ദേഹി സംബന്ധിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏത് പ്രതിസന്ധിയിൽ ഞാൻ യേശുക്രിസ്തുവിനെ മാത്രമേ സേവിക്കുകയുള്ളൂ, യേശുക്രിസ്തുവിൽ മാത്രമേ ജീവിക്കുകയുള്ളൂ എന്നൊരു തീരുമാനമെടുക്കണം. ആ തീരുമാനത്തോട് ദൈവത്തോട് ഉടമ്പടി ചെയ്യുക. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്നതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഈ മാനസാന്തരപ്പെട്ട വ്യക്തി തങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായിട്ട് അവൻ്റെ നാമത്തിൽ എന്നാണ് എവിടെ എഴുതിയിരിക്കുന്നത്? ലൂക്കോസ് 24:47 എഴുതിയിരിക്കുന്നത് അവൻ്റെ നാമം. സ്തോത്രം. അവൻ്റെ നാമം ഏതാണ്? ആ നാമം യേശുക്രിസ്തു എന്നുള്ളതാണ്. അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പേരാണ് യേശുക്രിസ്തു എന്നുള്ളത്. അല്ലാതെ പിതാവെന്നല്ല ദൈവത്തിൻ്റെ പേര്, പുത്രനെന്നല്ല ദൈവത്തിൻ്റെ പേര്, പരിശുദ്ധാത്മാവെന്നല്ല. കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് കൽപ്പിച്ചത് അതേപോലെ നിങ്ങൾ ചെയ്യുകയാണ് എൻ്റെ സഹോദരങ്ങളെ. നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പിതാവിൻ്റെ പേരെന്താണെന്ന് തിരുവെഴുത്ത് എഴുതിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, 11-ാം വാക്യം, 12-ാം വാക്യം, 26-ാം വാക്യം സ്തോത്രം വ്യക്തമായി പഠിപ്പിക്കുന്നു. പിതാവിൻ്റെ പേര് യേശു ആകുന്നു എന്ന് പുത്രനായ യേശു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പിതാവിൻ്റെ പേരാണ് യേശു. പിതാവിൻ്റെ നാമത്തിലാണ് പുത്രനെ അയച്ചെന്ന് 11-ാം വാക്യത്തിൽ വ്യക്തമായി പഠിപ്പിക്കുന്നു. സ്തോത്രം. 6-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പേരെന്താണെന്ന് ശിഷ്യന്മാരെ യേശു പഠിപ്പിച്ചിരുന്നു എന്നാണ് പഠിപ്പിക്കുന്നത്. 26-ാം വാക്കിലും അത് പഠിപ്പിച്ചിരുന്നു, വെളിപ്പെടുത്തിയിരുന്നു. വെളിപ്പെടുത്തുക എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പഠിപ്പിക്കുക, പഠിപ്പിച്ചിരുന്നു. പിതാവിൻ്റെ പേര് യേശു എന്നാകുന്നു. പിതാവിൻ്റെ പേരിലാണ് പുത്രനെ അയച്ചിരിക്കുന്നത്, പുത്രൻ്റെ പേര് യേശു. പുത്രൻ്റെ പേരിലാണ് പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നത്. ഈ പുത്രനെ എന്ത് ചെയ്തു? യോർദാനിൽ യോഹന്നാൻ്റെ കരങ്ങളാൽ യേശു അഭിഷേകം ചെയ്തപ്പോൾ യേശു ക്രിസ്തുവായി. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്ന ഏത് പേരിലാണ്? യേശു ക്രിസ്തു എന്ന പേരിലാണ്. അതുകൊണ്ട് പത്രോസിനും തെറ്റുപറ്റിയിട്ടില്ല, മറ്റേ അപ്പോസ്തോലന്മാർക്കും തെറ്റുപറ്റിയിട്ടില്ല. തെറ്റുപറ്റിയിരിക്കുന്നത് കത്തോലിക്ക ഉപദേശത്തിലിരിക്കുന്ന തൃത്വവാദികൾക്കാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കത്തോലിക്ക ഉപദേശങ്ങളെടുത്ത് ദൂരെ കളഞ്ഞിട്ട് നിങ്ങൾ സത്യ ഉപദേശത്തിലേക്ക് ദൈവം തൻ്റെ ദാസനാകുന്ന പത്രോസ് മുഖാന്തരം സ്ഥാപിച്ചിരിക്കുന്ന ഉപദേശത്തിലേക്ക് വരിക. ഇതിന് പത്രോസ് മുഖാന്തരം ദൈവം സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പത്രോസ് എന്ന് പറയുന്നത് നിങ്ങളൊരു വ്യക്തിയെ കാണാതെ പത്രോസ് എന്ന് പറയുന്നത് ആ ഉപദേശത്തെയാണ് പത്രോസ് എന്ന് വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. ഈ ഉപദേശം അനുസരിക്കുന്ന ഏതൊരു വ്യക്തിയും പത്രോസിലാണ്. ഏത് ഉപദേശം? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവിന് ദാനം ലഭിക്കും. ഈ ദൈവിക കൽപ്പനകൾ അനുസരിക്കുന്ന ഓരോ വ്യക്തികളും സ്തോത്രം പത്രോസിൻ്റെ അവയവമാണ്. അങ്ങനെയെങ്കിൽ ദൈവം പെന്തക്കോസ്ത് നാളിൽ ശീമോൻ പത്രോസിനെ ഉപയോഗിച്ച് സ്ഥാപിച്ചിരിക്കുന്ന ദൈവവചനത്തിൻ്റെ തനതായ പേര് യേശുക്രിസ്തു എന്നാണ്. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ മറുപേരാണ് പത്രോസ്. ഹല്ലേലൂയ. ആ വചനം അനുസരിക്കുന്ന നമ്മളെല്ലാവരും അങ്ങനെ ക്രിസ്തുവിൽ ജനിച്ചുകൊണ്ട് ക്രിസ്തുവിലാകുന്നു. ഹല്ലേലൂയ. എങ്ങനെ ക്രിസ്തുവിലാകുന്നത്? പരിശുദ്ധാത്മാവെന്ന ദാനം നമ്മളിലേക്ക് അയക്കുമ്പോൾ മറിയത്തിൻ്റെ ഗർഭപാത്രത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ അയച്ചപ്പോൾ എന്ത് സംഭവിച്ചോ അത് തന്നെ നമ്മുടെ ഹൃദയത്തിൽ സംഭവിക്കുന്നു. വചനം ജഡമായി തീരുന്നു, അസ്ഥിയും മാംസവുമുള്ള സ്വർഗീയ ശരീരം പ്രാപിക്കുന്നു. അതാണ് ആത്മാവിൻ്റെ ശരീരം. സ്തോത്രം. ഈ ശരീരത്തിൽ ജനിച്ചുകൊണ്ട് ഈ ആത്മാവിൻ്റെ സ്വഭാവത്തിൽ ജീവിക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്ത്യാനിയായി തീരുന്നത്. എപ്പോഴാണ് നമ്മൾ ക്രിസ്ത്യാനിയാകുന്നത്?
നമ്മൾ ക്രിസ്തുവിൽ ജനിച്ചിട്ട് ക്രിസ്തുവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുമ്പോഴാണ് നമ്മൾ ആരായിത്തീരുന്നത്? ക്രിസ്ത്യാനിയാകുന്നത്. അല്ലാതെ യേശു ക്രിസ്തുവിന് സ്നാനപ്പെട്ടിട്ടും ജഡത്തിൻ്റെ സ്വഭാവത്തിലാണ് ജീവിക്കുന്നെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനിയല്ല, ജഡീകന്മാരാണ്. സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് ഗലാത്യ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, വിചാരം, പകപിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കത്തിൻ്റെ മുതലായവ എഴുതിയിരിക്കുന്നു. അത് ആർക്ക് എഴുതിയിരിക്കുന്നത്? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട ഗലാത്യ വിശുദ്ധന്മാർക്ക് എഴുതിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, യേശു ക്രിസ്തുവിന് സ്നാനപ്പെട്ടത് കൊണ്ട് ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ നമ്മളിൽ നിന്നും വിട്ടുപോകും, എല്ലാം തീർന്ന് നമ്മൾ ഓൾറെഡി അങ്ങ് ആത്മാവിലായി എന്നല്ല എൻ്റെ അർത്ഥം. നമ്മളിൽ രണ്ട് മനുഷ്യനുണ്ട് അപ്പോഴും. ഒന്ന് അകത്തെ മനുഷ്യനും മറ്റൊന്ന് പുറത്തെ മനുഷ്യനും. അകത്തെ മനുഷ്യൻ, തിരുവെഴുത്ത് പറയുന്നു, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നെങ്കിൽ ജഡത്തിൻ്റെ മോഹങ്ങളെ നിവർത്തിക്കത്തില്ല. അങ്ങനെയെങ്കിൽ ജഡം എന്ന് പറയുന്ന വേറൊരു വ്യക്തിയാണ്. അത് പുറമേയുള്ള മനുഷ്യനെന്ന് ബൈബിൾ വിളിക്കുന്നു. അവന് ഒരിക്കലും ദൈവത്തെ അനുസരിക്കാൻ പറ്റില്ല. ബുദ്ധി കൊണ്ട് സഹോദരൻ പൗലോസ് പറയുന്നു, ഞാൻ ദൈവത്തിൻ്റെ പ്രമാണം ആചരിക്കുന്നു. അപ്പോൾ നമ്മൾ ബുദ്ധി കൊണ്ട് ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ജഡത്തിൻ്റെ മോഹങ്ങളെ നിവർത്തിക്കത്തില്ല. അപ്പോൾ പലപ്പോഴും നമുക്ക് കഴിയാതിരിക്കുന്ന കാര്യങ്ങളെ നമ്മളെ കൊണ്ട് സാധ്യമാക്കി തരുവാൻ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുകയും ബൈബിൾ വായനയിൽ ഉറ്റിരിക്കുകയും ചെയ്യുമെന്നെങ്കിൽ നമുക്ക് ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ നമുക്ക് തേജസ്സേറിയവരായിത്തീരും. അങ്ങനെയെങ്കിൽ കോരഹിൻ്റെ പുത്രന്മാരെ പോലെ സകലത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരും. നിന്ന, അപമാനം, ആക്ഷേപം, ഒറ്റപ്പെടൽ, ഇതെല്ലാം അനുഭവിക്കേണ്ടി വരും. നമുക്കാരും സഹായത്തിനില്ലെന്ന് വന്നേക്കാം. സ്തോത്രം. ആരും എനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നെന്നോ മാനസ്യത്തിൽ ആദ്യം പൂണ്ട് ഖേദിക്കുവാൻ സാധു അന്ധനായിത്തീടല്ലേ ദൈവമേ എന്ന് പാട്ടുകാരൻ പാടിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെടലും നിന്നയും അപമാനവും ആക്ഷേപവും ചതുവും കളവും എല്ലാം ഉണ്ടാകാം. എങ്ങനെയാണെങ്കിൽ നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ. അപ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയരെ, കോരകപുത്രന്മാർക്ക് ഈ വെളിപ്പാട് ഉണ്ടാകാനുള്ള കാരണം അവരെ വേർപാടും വിശുദ്ധിയാണ്. സ്തോത്രം. ഏതിൽ നിന്ന് വേർപെട്ടു? അവർ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ അവരുടെ നടപ്പിൽ നിന്ന് വേർപെട്ടു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുണ്ടാകണം. യേശുക്രിസ്തുവിന് നമ്മൾ സ്നാനപ്പെട്ടവരും ഇനി സ്നാനപ്പെടാതിരിക്കുന്നവർ വേഗത്തിൽ യേശുക്രിസ്തു സ്നാനപ്പെട്ടിട്ട് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ ജീവിക്കുന്നുവെങ്കിൽ നമുക്കും കോരകപുത്രന്മാരെ പോലെ നിന്നയും അപമാനവും ആശയവും ചതുവും കളവും ഒക്കെ അനുഭവിക്കേണ്ടി വരും. സ്തോത്രം. യേശുക്രിസ്തുവിനെ വാസ്തവമായി സേവിക്കുന്നവരുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാരൊന്നും കാണത്തില്ല. വലിയ സമൂഹമൊന്നും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. വിരലിൽ എണ്ണാവുന്ന കുറച്ച് ആൾക്കാരെ കാണത്തുള്ളൂ. നിങ്ങൾ ഓർക്കണം, ആ ദേശത്തെ ദൈവം നിലനിൽക്കുന്നത് ഈ വിരലിൽ എണ്ണാവുന്ന 1, 2, 3 അല്ലെങ്കിൽ 10, 15, 20, 50 പേരല്ല, അത്രയൊക്കെ കാണത്തുള്ളൂ മാക്സിമം പോയാൽ. അപ്പോൾ ഈ ഒരു വലിയൊരു ഡിസ്ട്രിക്റ്റിനെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനെ ദൈവം സൂക്ഷിക്കുന്നതിൻ്റെ കാരണം ഈ 50 പേരെ ഓർത്താണ്. അതായത് ഈ ജനസമൂഹത്തെ നോക്കിയൊന്നുമല്ല കർത്താവ് ഇത് ചെയ്യുന്നത്. കർത്താവ് എന്ത് പ്രവർത്തിക്കുന്നെങ്കിലും ദൈവത്തിന് വേണ്ടിയേ പ്രവർത്തിക്കുന്നു. ദൈവത്തിനും മഹത്വം വരാത്ത ഒരു കാര്യവും ദൈവം ചെയ്യുന്നില്ല. യേശുക്രിസ്തു ഈ പ്രപഞ്ചത്തിൽ എന്ത് ചെയ്യുന്നുവോ അവൻ്റെ പരിശുദ്ധമായ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഈ പരിശുദ്ധ നാമം ധരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധന്മാർ ഏതെങ്കിലും ദേശത്തുണ്ടെങ്കിൽ ആ ദേശത്ത് സമാധാനവും ശാന്തിയും ഉണ്ടാകും. ആ ദേശത്ത് സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകും. ഹല്ലേലൂയ. ആ ദേശം അനുഗ്രഹിക്കപ്പെടും. ആ മനുഷ്യർ അവിടെ പാർക്കുന്നിടത്തോളം കാലം, ആ മനുഷ്യരെ ദൈവം അവിടുന്ന് മാറ്റുന്നിടത്തോളം കാലം ആ ദേശത്തിന് ഒരനർത്ഥവും ഭവിക്കുകയില്ല. അവൻ നാൾതോറും ആ ദേശം അനുഗ്രഹിക്കപ്പെടും, ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവർ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അവരിൽ ജീവിക്കുന്ന ആരാണ്? ദൈവവചനം സമം ദൈവം. അവരിൽ ആരാ വീണ്ടും ജനിച്ചിരിക്കുന്നത്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവം. അപ്പം ഒരു യേശു ക്രിസ്തുവിന് സ്നാനപ്പെട്ട ഏതൊരു വ്യക്തിയുടെയും ഹൃദയത്തിൽ ജനിച്ച് ജീവിക്കുന്നത് ദൈവമാണ്. മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ ദൈവം ജഡം ധരിച്ചതുപോലെ വിശ്വസിച്ച് യേശു ക്രിസ്തുവിനോട് സ്നാനപ്പെട്ട് വിശുദ്ധി നയിക്കുന്ന ഓരോ വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവം തന്നെയാണ് ജനിച്ച് ജഡമായി. അത് മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ അസ്ഥിയും മാംസവും രക്തവും ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇന്ന് അസ്ഥിയും മാംസമേ ഉള്ളൂ, രക്തമില്ല. ഇത്രയും വ്യത്യാസമേ ഉള്ളൂ. സ്തോത്രം. ഇങ്ങനെ
വിശുദ്ധ ജീവിതം നയിക്കാൻ, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുവാൻ, കോരപുത്രന്മാരെ പോലെ ലോകത്തിൽ വേർപെടേണ്ടുന്ന എല്ലാ വേർപാടും ആചരിച്ച് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. ദൈവമായ പരിശുദ്ധ പിതാവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ.